ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് ടൗൺ വരെ പോകണമായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തയ്ക്കാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ അത് പോയപ്പോഴത്തേനും അവിടെ ആളില്ലാഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ചാള കണ്ടു. അപ്പം ഭയങ്കര വിലയാണ്. ഇപ്പോൾ ട്രോളിങ് നടക്കുന്ന ടൈമിംഗ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു നല്ല ചാളയ്ക്കൊക്കെ ഭയങ്കര വില. ഞാനപ്പം അര പോലും വാങ്ങിച്ചില്ല. 100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 5-6 ചാളയാണെന്ന് തോന്നുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കൂടെ ഞാൻ വേഗം തന്നെ വെട്ടി കറി വെച്ച്. ഇന്നിപ്പം ഇച്ചായനില്ല, ഇച്ചായൻ ജോലിക്ക് പോയിരുന്നു. അപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം കറിയാക്കണം. അപ്പം രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ചാളയ്ക്ക് ഇത്രയും പനിനീര് എനിക്ക് കിട്ടിയിരുന്നു. കൊള്ളായിരുന്നു. ഞാൻ ഒരുപാട് നാളായി പനിനീരും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇന്നൊന്ന് വറുത്ത് കഴിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു ഇതായതുകൊണ്ട് വേഗം തന്നെ ഞാൻ എല്ലാം കൂടെ മിക്സിയിലങ്ങ് അരച്ചെടുത്തത്. സാധാരണ ഞാൻ അരിഞ്ഞ് പെറുക്കിയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം കൂടെ മിക്സിയിലങ്ങ് അരച്ച് വേഗമാക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. കാരണം പെട്ടെന്ന് ആൾ വരുമ്പോഴത്തേക്ക് സമയം കഴിച്ചിട്ട് അധികം സമയമില്ലല്ലോ. അപ്പം വേഗം അങ്ങ് എല്ലാം ആക്കാമെന്ന് കരുതി. അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വന്നിട്ട് എനിക്ക് അവൾക്കിത് സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പേടിയാറുണ്ട്. അവൾ ഓടി എൻ്റെ അടുത്തോട്ട് വരും. ആരുമില്ലാത്തപ്പോൾ അവൾ എൻ്റെ അടുത്ത് നിൽക്കും. മാറി എങ്ങും പോയി നിൽക്കുന്ന ഒരു ഇതൊന്നുമില്ല. അപ്പം ഞാനത് പെട്ടെന്ന് ചടേന്ന് അരച്ചിടുകയാണ്. അപ്പം ആദ്യം ഒന്ന് അറിഞ്ഞപ്പം കുറച്ചരഞ്ഞില്ല. വീണ്ടും കൂടെ ഒന്ന് ഇട്ട് അരച്ചപ്പോഴാണ് അപ്പം എല്ലാം കൂടെ അരച്ചിട്ട് വേഗം തന്നെ നമുക്ക് തട്ടിക്കൂട്ട് മീൻകറി എന്നൊക്കെ പറയും. അപ്പം ഞാനങ്ങ് സംഘടിപ്പിക്കുകയാണ്. അപ്പം മുളക് കറിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വറക്കാനും കൂടെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു. പനിനീര് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൺചട്ടിയില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാ ചട്ടി എടുത്തിട്ട് വേഗം തന്നെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുവാണ്. അപ്പം മൺചട്ടിയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇത് കടുകൊക്കെ പൊട്ടാനുണ്ട്. അപ്പം ഞാൻ ഇത് സാധാ ചട്ടിയായതുകൊണ്ട് പിന്നെ അതിനകത്ത് വേഗം വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിയിട്ട് പിന്നെ നമുക്ക് ഉലുവ ഉണ്ടായിരുന്നു. ഉലുവപ്പൊടി ഞാൻ സാധാരണ ഇടാറ്. അപ്പം അതിനകത്ത് ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ അങ്ങ് എടുത്തിട്ടുണ്ട്. വേഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് അപ്പം തന്നെ അങ്ങ് മൂത്തിട്ടുണ്ടായിരുന്ന സാധനം. മൂത്തപ്പം വേഗം തന്നെ ഇട്ട് ഞാൻ പിന്നെ അങ്ങ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വാടി പരുവാവട്ടെ എന്ന് കരുതി നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ ജാറിൽ ഇരുന്നതെല്ലാം കൂടെ തട്ടിത്തൂത്തിടുവായിരുന്നു. വേഗം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം സമയം അത്ര ഇല്ലല്ലോ എന്ന് കരുതി. ടൗണിൽ പോയിട്ട് വന്നെങ്കിലും ഞാൻ തക്കാളി വാങ്ങിക്കാൻ മറന്നു പോയിട്ടുള്ളതാണ്. കാരണം സവാള വാങ്ങിച്ചാലും തക്കാളി ഞാൻ കണ്ടിട്ട് കൂടി അത് ഞാൻ വാങ്ങിച്ചില്ല. കാരണം മീൻകറിയിൽ ഞാൻ തക്കാളി ഇടാറുണ്ടായിരുന്നു. പിന്നെ അരപ്പെല്ലാം കൂടെ ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വേഗം മൂത്ത് അതൊക്കെ ഒന്ന് മിക്സ് ആക്കുവാണ്. അപ്പം വേഗം തന്നെ ഞാനങ്ങ് എല്ലാം വേഗം അപ്പം എല്ലാവരും കുറേ പേര് ആണെങ്കിൽ സാധാ വെള്ളത്തിൽ, ഞാനപ്പോൾ ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഞാൻ ഈ കറിയുടെ ഇതിനെല്ലാം ഞാൻ വെക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ടേസ്റ്റൊന്നും കാണത്തില്ല. പിന്നെ ഞാനങ്ങ് ചെയ്യുന്നു. എന്തോ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയല്ലേ. അതേ കണക്ക് ഞാനും ചെയ്യുന്നു. പിന്നെ ആണെങ്കിൽ മീൻ തിളയ്ക്കാൻ വേണ്ടി ഞാനപ്പോൾ എന്താണെങ്കിലും ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടച്ചു വെക്കും. ഒന്ന് തിളയ്ക്കാനാണെങ്കിലും കറി ഒന്ന് ഇതാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ മീനൊക്കെ ഇട്ട് പിന്നെ ഞാനങ്ങ് അടച്ചു വെച്ചാണ് എനിക്ക് വേവിക്കാറ്. അതെനിക്കൊരു ശീലമാണ്, പണ്ട് തൊട്ടേ എന്താണെന്നുള്ള ശീലമാണ്. പിന്നെ ഞാൻ അധികം ഇളക്കത്തില്ല. മീനെങ്ങാനും പൊടിഞ്ഞു പോകുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പം പിന്നെ കുറച്ച് ദിവസമായി നമ്മുടെ വീട്ടിൽ കാവ ആവശ്യിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഒരെണ്ണേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് തോരനങ്ങനെ ആക്കാം എന്ന് കരുതി. കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അപ്പം പെട്ടെന്നങ്ങ് തോരനാക്കാമെന്ന് കരുതി കടയിൽ ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ അരക്കോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കറയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് വേഗം തന്നെ ഞാനത് അരിഞ്ഞ് പറക്കി. സാധാരണ ഈ തോരന് കുഞ്ഞു കുഞ്ഞായിട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി വലുപ്പത്തിലായിരുന്നു. എനിക്കങ്ങനെ ചെറുതായിട്ട് അങ്ങനെ അരിയാൻ അങ്ങനെ ഒട്ടും പറ്റത്തില്ല. എന്നാലും കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ ഞാൻ കുറേയൊക്കെ ശ്രമിക്കും. ചിലപ്പോൾ എനിക്കങ്ങനെ പറ്റത്തില്ല. നമ്മുടെ കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വെച്ച് നമ്മുടെ മീൻ കറിയൊക്കെ അങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് തോരനുള്ള അരപ്പൊക്കെ വെച്ച് തോരനുമാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരന് ദാണ്ട ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിയുന്നത്. അതിൽ ചെറിയ പരുവത്തിൽ അരിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അരിയുമായിരുന്നു. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി എല്ലാം കൊണ്ടിട്ട് ഞാൻ വേഗം തന്നെ അതെല്ലാം മിക്സാക്കി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കില്ലേ. എനിക്ക് ഈ ഒരു ഉച്ചയ്ക്കെല്ലാം കഴിക്കാൻ വരുന്ന ഭയങ്കര ടെൻഷനാണ്. ഞാനപ്പോഴത്തേക്കും ചടേന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടാക്കുന്നത്. എനിക്ക് സമയം ഒന്നും അല്ല. അയ്യോ ആൾ വരുമോ പെട്ടെന്നാവുമല്ലോ എന്നെല്ലാം ചിന്തിച്ച് ഒരു പേടിയും ടെൻഷനും പോലെ. അപ്പം ഞാൻ പെട്ടെന്നായി ഇതെല്ലാം ഞാനങ്ങ് ആക്കുന്നത്. എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കൂട്ടുകാരെ. പിന്നെ അടുത്ത ചട്ടി വെച്ച് നമ്മുടെ തോരനുള്ള പരിപാടികളൊക്കെ വേഗം നോക്കുവാണ്. അപ്പം കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ തോരൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടെന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഉപ്പിടാന്ന് കരുതി. എനിക്ക് ഉപ്പിടുന്നതിൽ ഭയങ്കര ഡൗട്ടാണ്. ചില സമയത്തൊക്കെ നല്ലപോലെ കൂടിപ്പോകാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് വെന്തിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാനാണെങ്കിലും ചില സമയം കുഞ്ഞ് ഈ തോരനൊന്നും കഴിക്കാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ തോന്നാറുണ്ട്. കുഞ്ഞ് ചോറ് കഴിക്കുമെങ്കിലും തോരനോ അങ്ങനെയൊന്നും കഴിക്കാറില്ല. ചോറിൻ്റെ കൂടെ ചിലപ്പം ഈ ചിക്കന്,
മീൻ അതൊക്കെയായിരിക്കും അവളുടെ ഒരു ഫേവറേറ്റ്. അവൾ അത് അങ്ങനെയൊക്കെയാ കഴിക്കാറുള്ളത്. അതൊന്നും കഴിക്കില്ല. എനിക്കാണെ ഭയങ്കര വിഷമവാ. അപ്പം ഞാൻ വാരി കൊടുക്കുന്ന സമയത്താണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ആ അണ്ണാക്കിലോട്ട് കുത്തി കയറ്റി അങ്ങ് കൊടുക്കും. കാരണം കഴിക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ 2 പിള്ളേർക്ക്. അപ്പം ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു അവസ്ഥ വേറെ ഒന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ ബാക്കി നമ്മൾ തോരനൊക്കെ അങ്ങോട്ട് വെച്ച് പിന്നെ അടച്ചു വെച്ച് പിന്നെ നമ്മുടെ മീൻകറി ഞാനൊന്ന് ഇങ്ങനെ എടുത്തിട്ട് സ്പൂൺ വെച്ച് ഇളക്കത്തില്ല കേട്ടോ. ഞാൻ പകരം ഇങ്ങനെ നമ്മളെ മൺചട്ടിയിൽ വെച്ച് ഇങ്ങനെ കറക്കണ കണക്ക് അങ്ങനെ സാധാ മറ്റേ ചട്ടിയിൽ വെച്ച് ഇങ്ങനെ കറക്കി അതിൻ്റെ ഇടയിൽ വീണ്ടും തോരനൊക്കെ വെള്ളം പറ്റി ഇങ്ങനെ നോക്കി ഞാൻ ഇളക്കിയും കൊടുത്ത് അപ്പം എല്ലാം കൂടെ ഒന്ന് ഒരു വേവുണ്ടായോ അപ്പം എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേന് ദാണ്ടെ ഇവിടെ കുരുപ്പ് കൂടെ കിടന്ന് ഭയങ്കര ചാട്ടം തുള്ളിച്ചാട്ടം. ചേട്ടൻ്റെ ട്യൂഷന് കൊണ്ടുവന്ന ബാഗിലിരുന്ന് തുള്ളിച്ചാട്ടം. ഞാനപ്പോൾ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ മുഖമെല്ലാം വിയർത്ത് കുളിച്ചിട്ട് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ എല്ലാം ആയി. അപ്പൊ കഴിക്കാനൊക്കെ കരുതി. പിന്നെ നമ്മുടെ പനിനീര് വറക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും വറക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെക്കുവാണ്. ഈ പനിനീരിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചടചടേന്ന് പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ വീഴാതിരിക്കാൻ ഞാൻ അതും അടച്ചു വെച്ചങ്ങ് വേവിക്കാൻ കരുതി. എൻ്റെ ഒരു ബുദ്ധി എന്താ പറയാന്നറിയാം. അല്ലെങ്കിൽ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ ദേഹത്തോട്ടൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മൾ കുറച്ച് അകലെ മാറി ഇന്നത് ചെയ്യാൻ നിന്നാലും നമ്മുടെ ദേഹത്തോട്ടൊക്കെ ഇത് നല്ല കണക്കിത് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് അടച്ചു വെച്ചത്. ഈ സൗണ്ട് വേറൊന്നുമല്ല. അത് പൊട്ടിത്തെറിക്കുന്നതിന്റെ സൗണ്ടാണ്. അപ്പം ഞാനത് അടച്ചു വെച്ചത് കാര്യമായെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് തുറന്നപ്പോഴും അത് തടതടേന്ന് എൻ്റെ ദേഹത്തോട്ട് ഒരു തുള്ളി വീണിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ വീണ്ടും അങ്ങ് തിരിച്ചും മറിച്ചൊക്കെ അടച്ചങ്ങ് വെച്ച്. അതിനുശേഷം നമ്മുടെ കുഞ്ഞിന് ഞാൻ ചോറ് കൊടുത്തപ്പം ആളിപ്പോൾ സ്വന്തമായിട്ട് ചോറൊക്കെ കഴിച്ചോളും. നമ്മൾ വാരിയത് കൊടുക്കുന്ന ആളിന് ഇഷ്ടമല്ല. പിന്നെ ചിലക്കൊക്കെ ഞാൻ വാരി കൊടുക്കും. എനിക്കും ദേഷ്യം വരും. ആൾ ഇങ്ങനെ സ്വന്തമായിട്ട് തിന്നുന്ന നല്ലപോലെ കഴിക്കത്തില്ല. അപ്പം ആളിന് മീൻ മാത്രം മതി. നമ്മൾ തോരൻ വേണ്ട, മീൻകറി വേണ്ട, മീൻ വറുത്തത് മാത്രം കൊടുത്തിട്ട് ആൾ ചോറ് വെച്ചത്. ശേഷം എല്ലാം ആയപ്പോൾ പിന്നെ ഞാനെല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ ചോറും മീൻകറിയും ചളമീൻ കറിയും തോരനും മീൻ വറുത്തതും കൂടെ കൂട്ടി പനിനീരും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഞാനും കഴിച്ച്. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നല്ല വിശപ്പാണ്. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഫുഡ് കഴിച്ചു. സാധാരണ 2 മണിക്കൊക്കെ ഞാൻ കഴിക്കാറ്. അപ്പം ഇന്ന് ഞാൻ നേരത്തെയൊക്കെ ഫുഡ് കഴിച്ചു. വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി തുണിയെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടോ വിശന്നിട്ട് എൻ്റെ വയറ് കത്തിക്കഴിഞ്ഞെന്ന് പറയാം. അല്ലെ അണ്ടഗ്രാഹം പുകഞ്ഞു എന്ന് പറയുമല്ലോ അതുപോലെ. അപ്പം ഞാനിങ്ങനെ കഴിക്കുന്ന കടയിൽ ഇവക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ അവക്കും കൊടുത്ത്. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.